FC വന്ന സമയത്ത് കൊള്ളാം, ഇവൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു FC ഞാൻ എടുത്തു. പിന്നീട് ഒരു ബുള്ളറ്റ് 500 ക്രോം എടുത്തു. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ സാധാ മെഡിക്കൽ റിപ്പോർട്ടുള്ള ജോലിയുടെ പേരിൽ എടുത്തതാണ്. പിന്നീട് ജോലി രാജിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടികളുടെ CC അടയ്ക്കാൻ പറ്റാതെ പതിയെ ഇതെല്ലാം വിറ്റു. പിന്നെ വണ്ടികൾ എന്തെങ്കിലും വേണമല്ലോ, അങ്ങനെ ഒരു ഹോണ്ടയുടെ ട്വിസ്റ്റർ ബൈക്ക്, സാധാ ഒരു ബൈക്ക് എടുത്തു. അതിന് 8 മാസമായിട്ട് ഞാൻ CC അടയ്ക്കുന്നില്ല. കാര്യം 2200 രൂപ അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ല. ഞാനിങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഈവൻ സർക്കാർ ജോലികളൊക്കെ എഴുതിയത് കിട്ടിയതുമാണ്. പക്ഷേ ഇതൊക്കെ വേണ്ടാന്ന് കരുതി 2010 മുതൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ഒരു വാശിപ്പുറത്ത് ഞാനൊരു യാത്ര തുടങ്ങിയപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു നമുക്ക് ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ഈ 8 മാസം CC മുടങ്ങിയ ഈ വണ്ടി പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ ആ ബാങ്കിൻ്റെ പേര് പറയുന്നില്ല, അവർക്കൊരു വിഷമവും. അപ്പോൾ ഇവർ വന്നിട്ട് അത് ഈ വണ്ടി പിടിച്ചോണ്ട് പോയി. അപ്പോൾ ഞാനിത് 2 ഇൻസിഡൻറ്റ് പറഞ്ഞത്, അപ്പോൾ അന്ന് ആ ഹോണ്ട ട്വിസ്റ്റർ ബൈക്ക് 2100 രൂപ CC അടയ്ക്കാനില്ലാതെ വിറ്റവരിൽ നിന്ന് ഒരു BM-ൻ്റെ XR 900 പുത്തൻ എടുത്തിട്ട് ഞാൻ ആ ബാങ്ക് മാനേജർ, അതേ ബാങ്കിൽ വർക്ക് ചെയ്തൊരു മാനേജറെ ഞാൻ വിളിച്ചു പറഞ്ഞു. കാരണം അന്ന് 2012 ഒരു 7000 രൂപ ഇവന്മാർ എൻ്റെ പേരിൽ എഴുതിയിട്ടു. 17,000 രൂപയായിരുന്നു ആ ബൈക്കിൽ ടോട്ടൽ പെൻഡിങ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് 10,000 രൂപ എൻ്റെ പേരിൽ കണക്കടച്ചിട്ട് ബാലൻസ് 7,000 രൂപ പെൻഡിങ് ആയിട്ട് നമ്മളിങ്ങനെ എഴുതിയിടും. നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചോട്ടെ, ഇങ്ങനെയൊക്കെ പണ്ടത്തെ വല്ലതും കിടപ്പുണ്ടെന്നുണ്ടെങ്കിലും. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സിബിൽ സ്കോറും മറ്റുമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി, കാരണം എനിക്ക് സിബിലിൽ നിന്ന് ഒരു കുന്തമില്ല. കാര്യം ജീവിക്കണം, ഒരിക്കൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു യാതൊരു പ്രതീക്ഷയില്ലാത്ത ഞാൻ എന്തിനാണ് ബാങ്കിൻ്റെ ലോൺ അടയ്ക്കുന്നതെന്ന് കരുതിയിട്ട് എടുത്ത കാർഷിക വായ്പ പോലും അടയ്ക്കാതെ മൊത്തത്തിൽ ഒരു 15,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് പോലും അടയ്ക്കാതില്ലാതിരുന്നൊരു സമയത്ത് നിന്നിട്ട് പിന്നീട് ഇതെല്ലാം തിരിച്ചടച്ച് 2 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ 5.25 ലക്ഷം രൂപയെ തിരിച്ചടച്ചു. ഈ 7,000 രൂപ 2012 7,000 രൂപ ഞാൻ സിബിൽ ക്ലോസ് ചെയ്യണം. കാര്യം അത് അപ്പം സെറ്റിൽമെന്റ് ഇല്ല. 1,43,000 രൂപയാണ് ഇവർ സിവിലിനകത്ത് എഴുതിയിട്ടേക്കുന്നത്. 2012 7,000 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ നിങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ അനുകരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോശം സ്വഭാവങ്ങളുണ്ട്, അനുകരിക്കപ്പെടാനാവാത്ത ഒരുപാട് പന്ന സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന സ്വഭാവങ്ങളൊന്നാണ്. എനിക്കൊരു വാശിയുണ്ട്, അതാണ് ഒരുപക്ഷെ ഇതിനകത്ത് ഉപയോഗിച്ചതും. ഈ പരിഹസിക്കുന്നവരോട് നിന്ന് പരിഹസിച്ചോട്ടെ, പുച്ഛിക്കുന്നവർ അവിടെ നിന്ന് പുച്ഛിച്ചോട്ടെ, കളിയാക്കുന്നവർ അവിടെ നിന്ന് കളിയാക്കിക്കോട്ടെ, അവർക്ക് മുന്നിലൂടെ പതിയെ വളർന്നുകൊണ്ടേയിരിക്കുക. പതിയെ കൂക്കുവിളികൾ കൈയടികളായി മാറുമെന്ന് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞത്, ഒരു സമൂഹം ഏറ്റെടുത്തതും എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും കൊണ്ടു നടന്നതും ഒക്കെ തന്നെ. പരിഹസിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിലൂടെ അവരെ തിരിച്ച് പരിഹസിക്കാതെ മുന്നോട്ട് പോകാൻ നമ്മളൊരു യാത്ര തുടങ്ങുക. അതിന് കുറേയൊക്കെ കാരണമായത് ഈ വണ്ടിയുടെ പ്രേമമൊക്കെ ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ച് പിന്നീട് പല വണ്ടികൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എടുത്ത വണ്ടികളൊക്കെ തന്നെ ജയകൃഷ്ണൻ അതിമനോഹരമാക്കി നമുക്ക് നന്നാക്കി കൂടുതൽ മനോഹരമാക്കി തന്നിട്ടുണ്ട്. പുതിയതായിട്ടൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, XUV-യുടെ ഒരു 9 ബുക്ക് ചെയ്തിട്ടുണ്ട്. അതും ജയകൃഷ്ണൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജയകൃഷ്ണൻ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ജയകൃഷ്ണൻ്റെ വർക്കിനെ കുറിച്ചിട്ട് പലരിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആൾക്കാരെ അവിടേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാൽഗാരി ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിൽ സത്യസന്ധമായിട്ട് വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വാഹനപ്രേമികൾക്ക് അത് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അയാളുടെ ഒരു നന്മയുണ്ട്. അതെല്ലാം ജയകൃഷ്ണൻ ഉണ്ടായതുകൊണ്ടാണ് മികച്ച കസ്റ്റമേഴ്സ് കേരളത്തിലുടനീളം കാൽഗാരിക്ക് ഉണ്ടാവാൻ കഴിഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇത് നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മുടെ മുഖ്യമന്ത്രി വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെർമിഷനൊക്കെ തന്നിരിക്കുന്ന സമയത്ത് കുറച്ച് മഡ്ഫ്ലാപ്പും സ്റ്റിയറിംഗ് കവറും ഒക്കെ എടുത്ത കൂട്ടത്തിൽ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കുകൾക്കുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്യാൻ ചിലപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽഗാരിക്ക് കുറച്ചും കൂടെ പുതിയ ഓടിയാണ്. അല്ലാതെ ഇപ്പം നമുക്ക് വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ പൂക്കിച്ചിരി വൈറലായ സമയത്ത് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം പ്രാക്ടിക്കലി ഇത് നടക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇത് കേന്ദ്രത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പം കേന്ദ്ര നിയമത്തെ നമുക്ക് നിയമം മൂലം തിരുത്താൻ പറ്റാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്ന പെർമിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ആവശ്യത്തിലധികം തെറി ഞാൻ കേട്ടതാണ്. അത് രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല, യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. നടക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലേ ആര് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. പക്ഷേ രണ്ടായാലും സ്റ്റിക്കർ വർക്കുകൾ അല്ലെങ്കിൽ റാപ്പ്, PPF, കളർ PPF തുടങ്ങിയ വർക്കുകളൊക്കെ ഒരു പക്ഷേ നിയമവിധേയമാകാൻ സാധ്യതയുണ്ട്. അത് ജയകൃഷ്ണൻ്റെ സ്ഥാപനത്തിന് കൂടുതൽ മെച്ചമുണ്ടാവും. കളർ വർക്ക്, ഈ കളർ PPF ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കാൽഗാരിക്ക് കഴിയും. അപ്പോൾ എന്തായാലും സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്, വണ്ടികളെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. എത്രയൊക്കെ സംസാരിച്ചാലും തീരാത്ത വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഈ ഒരു 6ാമത്തെ ഷോറൂം, ഇത് 6 എന്നുള്ളത് 60 മാറട്ടെ. കേരളത്തിൻ്റെ എല്ലാ കോണുകളിലും ഏറ്റവും മികച്ച സേവനങ്ങളും ഏറ്റവും മികച്ച സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കത്തക്ക ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി വളരാൻ കഴിയട്ടെ. ജയകൃഷ്ണൻ്റെ ആഗ്രഹം പോലെ ഏറ്റവും മനോഹരമായ ഒരു ബിസിനസ്സുകാരനായി മാറാൻ ജയകൃഷ്ണനോട് കഴിയട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിച്ചുകൊണ്ട്
ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലോഞ്ചിങ് ഹൃദയത്തിൽ നിന്നും ഞാൻ ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.